നിങ്ങൾക്ക് ഇന്ത്യൻ ആർട്ട് ഫോംസ് അറിയാം? ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് അതിനൊരു ട്രിക്ക് ഉണ്ട്. ഇതാണ് DIY ഇന്ത്യൻ ആർട്ട് ഫോംസിനെ ട്രഡീഷണൽ ആർട്ട് വിത്ത് മോഡേൺ ട്വിസ്റ്റ് കിട്ട്. ഇത് ലുക്ക് വാട്ട് ഐ മെയ്ഡ് ഒരു പ്രൊഡക്റ്റ് ആണ്. ഇനി നിങ്ങൾക്ക് ഇത് അങ്ങനെ ആക്കണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്റെ വീഡിയോ ഫുൾ കാണണം. അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ലിപ്പൻ ആർട്ട്. ഇത് ഗുജറാത്തിൽ നിന്നാണ്. ഇതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ നോർമലി എന്താ ബോൾസിലാണ് ചെയ്യുന്നത്. ഇത് അതിന് ബോർഡർ വരയ്ക്കാനില്ലേ ക്ലേ, അതിന് കളർ ചെയ്യാനില്ലേ സ്കെച്ച് പെൻസിലാണ് 4 തന്നിട്ടുണ്ട്. ഒന്ന് യെല്ലോ, ഒരു ബ്ലൂ, ഒരു റെഡ്, ഒരു ഗ്രീൻ. ഇങ്ങനത്തെ 2 ക്യാൻവാസുകളുണ്ട്. പിന്നെ ലിപ്പൻ ആർട്ടിൽ അവർ കൂടുതലും ഗ്ലാസ് ആണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് ഗ്ലാസ് എടുക്കാൻ കഴിയില്ല, കൈ മുറിഞ്ഞു പോകും. അതുകൊണ്ട് അവർ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെയാണ് നമ്മളെ ടിപ്സ് ആൻഡ് ട്രിക്സ് ലിപ്പൻ ആർട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ വരുന്നതാണ് മണ്ഡല സ്റ്റിക്കേഴ്സ്. നമ്മൾ നോർമലി മണ്ഡല സ്റ്റിക്കേഴ്സ് എല്ലായിട്ട് യൂസ് ചെയ്യും, നോർമലി ചെയ്യുന്നതാണ് പേപ്പറില്. ഇതാണ് മണ്ഡല സ്റ്റിക്കേഴ്സ്. അതായത് ഇത് ഇങ്ങനെ പഠിച്ചാല് ഇങ്ങനെ വരും. ഇനി ഇതാ ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് തന്നിരിക്കുന്നതാണ് ഗ്ലാസ് പെയിന്റ്. ഗ്ലാസ് പെയിന്റ് തന്നിട്ടുണ്ട് 6 ഗ്ലാസ് പെയിന്റ്സ് ഉണ്ട്. ഇനി ഇത് എടുത്തിട്ടാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. ഇതാണ് അതിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് മാനുവൽ. പിന്നെ വരുന്നു വള്ളി ആർട്ട്. വള്ളി ആർട്ടില് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു വുഡൻ സർക്കിളില് അവർ പ്രിന്റ് ചെയ്തിട്ടും തന്നിരുന്നു. പിന്നെ അവർ ഇതും പറയുന്നത് ഇതിനെ ബാക്കില് എന്നും വള്ളി ആർട്സ് ചെയ്യാൻ. അപ്പൊ ഇതിനതും ഇതേ സ്കെച്ച് പെൻസിനെ കൊണ്ടാ ചെയ്യുന്നത്. ഇതാണ് നമ്മളെ മാനുവൽ. ഇതിനകത്ത് നമുക്ക് ഡ്രോ ചെയ്യാനൊക്കെ പഠിപ്പിക്കും. പിന്നെ നമുക്ക് ഇനി പോവാ മധുബനി ആർട്ട്. ഇതാണ് മധുബനി ആർട്ട്. ഇതൊരു സിറ്റീന്റെ നെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി മധുബനി ആർട്ടിൽ നമ്മൾ ഫാബ്രിക്കിലാണ് ചെയ്യുന്നത്. ഈ ഫാബ്രിക്കിൽ നമ്മൾ ഇതേ അക്രിലിക് പെന്നാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ പൗച്ച്. ഇതിന്റെ ബാക്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവര്. ഇതാണ് നമ്മളെ ഹാങ്ങിങ് ബാഗ്. ഇതിന്റെ ബാക്കിലും സെയിം ചെയ്യണം. അതിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇത്. ഇതാണ് നമ്മൾക്ക് നമ്മളെ സ്ലിംഗ് ബാഗിന്റെ ബാക്കിലും ചെയ്യേണ്ടത്. ഇതാണ് നമ്മളെ പൗച്ചിന്റെ ബാക്കിലും ചെയ്യേണ്ടത്. ഇനി വന്നു നമ്മളെ ബ്ലോക്ക് പെയിന്റ്. ബ്ലോക്ക് പെയിന്റിങ്ങിൽ ഇങ്ങനത്തെ കുറെ തന്നിട്ടുണ്ട്. പേപ്പേഴ്സ് ആണ് കുറെ ഉണ്ട്. കാർഡ്സ് ഉണ്ടാക്കാൻ കഴിയും നമ്മൾക്ക്. ചെറിയ ചെറിയ കാർഡ്സ് ഉണ്ടാക്കാൻ കഴിയും, വലിയ കാർഡ്സ് ഉണ്ടാക്കാൻ കഴിയും. നല്ലോണം കാർഡ്സ് ഉണ്ടാക്കുന്ന പേപ്പേഴ്സ് ആണ്. ഇനി ആർക്കെങ്കിലും ഇങ്ങനത്തെ കാർഡ്സ് വേണമെങ്കിൽ ഉണ്ടാക്കാൻ കഴിയും. ഇതിനകത്ത് നമ്മൾക്ക് ചെറിയ ഇങ്ങനത്തെ കാർഡ്സ് ഉണ്ടാക്കാം, ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് തന്നിരിക്കുന്നത് 3 ഇങ്ക് പാഡ്. ഒന്ന് ഗ്രീൻ, ഒന്ന് ബ്ലൂ, ഒന്ന് ഓറഞ്ച്. ഇനി ഇത് ബ്ലോക്ക് പെയിന്റിങ് ആയതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് പ്രിന്റ് ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റാമ്പും തന്നിട്ടുണ്ട്. ഈ സ്റ്റാമ്പ് നല്ല കുറെ വെറൈറ്റീസ് ഉണ്ട്, എല്ലാം ഡിഫറെന്റ് ആണ്. ഇനി ഇതിന്റെ മാനുവൽ ആണ്. നമ്മൾക്ക് ഇതിനകത്ത് ബുക്ക് മാർക്സ് ഉണ്ടാക്കാം, കാർഡ്സ് ഉണ്ടാക്കാം. പിന്നെ നമ്മൾക്ക് ഇനിയും സ്റ്റാമ്പ്സ് ആണെങ്കിൽ ഇവിടെ ഒരു സ്റ്റാമ്പിന് വേറൊരു കിറ്റുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയും ബുക്ക് മാർക്സ്, ഇങ്ങനത്തെ കാർഡ്സ്. ഇവിടുത്തെ ഗിഫ്റ്റ് ടാഗ്സ് ആണിത്. ഇതും പിന്നെ ഇതാ വേറൊരു കാർഡ്. പിന്നെ നമ്മൾക്ക് ബ്ലോക്ക് പെയിന്റിങ് ചെയ്യാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇത് ബിഗിനേഴ്സ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു കിറ്റാണ്. ഇത് ഇന്ത്യൻ ആർട്ട് ഫോംസ് പറഞ്ഞു തരും. പിന്നെ നമ്മൾക്ക് അതിനകത്തുനിന്ന്
എന്താ ലേൺ ചെയ്യാനും കഴിയും. പക്ഷെ ഇതിനകത്ത് അത് ഇന്ത്യൻ ആർട്ട് ഫോംസ് അങ്ങനെ തന്നെ ഇന്ത്യൻ അല്ല, ട്രഡീഷണൽ ആർട്ട് വിത്ത് മോഡേൺ ട്വിസ്റ്റ് ആണ്. ബൈ.